ഓഫീസിൽ ഇങ്ങനെ നിന്നപ്പോഴാണ് നമുക്കൊരു കാര്യം ഓർമ്മയായത്. നമ്മളെ റാഡോ വാച്ച് ഉണ്ടല്ലോ, 5 റിയാലിന് നമ്മൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് മുതലായിട്ടോ. മുതലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ ഇങ്ങനെ ഇട്ട് പട്ടിഷോ കാണിച്ചിക്കണ്. അങ്ങനെ ഏതായാലും നമ്മളിങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ പ്ലെയിന് പോകണേ. നമ്മൾ പ്ലെയിൻ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഓർക്കും എന്നൊക്കെയാണ് ഇപ്പം ഇനി പോവുക, ചിന്തിക്കേണ്ട വല്ലാതെ അങ്ങോട്ടില്ലേ. ഏതായാലും നമ്മൾ ഇങ്ങനെ പോകുമ്പോഴാണ് മതിൽ കണ്ടില്ല നിങ്ങൾ, ഇവിടെ മരത്തിൻ്റെ മതിലാണ്, മരം കൊണ്ടുള്ള ഒരു മതിലാണ്. അതൊരു വല്ലാത്ത മതിൽ, നമ്മൾ വീട്ടിലൊക്കെ പോയി കാണാൻ വന്നിന്. പിന്നെ ഇവിടെ ഉണ്ട് റേഞ്ച് റോഡ് കത്തി ക്വാമ്പലായി കിടക്കണം. വേറൊരു വണ്ടിക്ക് ടേ എന്നൊക്കെ ഇടിച്ചതാണോ കത്തിയതാണോ എന്നറിയില്ല. അപ്പോഴാണ് നിങ്ങളൊക്കത്തുള്ള ഒരു വണ്ടി കണ്ട്. ഈ വണ്ടി നിങ്ങൾ കണ്ടിക്കണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ വീഡിയോയിൽ തന്നെ എവിടെയോ ഞാൻ കട്ടിക്കണേ. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിലൂടെ പോകുമ്പോൾ ഈ വണ്ടീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 2 ഹെഡ്ലൈറ്റ് കാണാനില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്കാക്കി വെച്ചേക്കാണ്. ആൾക്കാർ വരുമ്പോഴും മാത്രം തുറന്നെടുക്കുന്ന കാര്യത്തിലുള്ള ഐറ്റംസ് ആണ്. അങ്ങനെ അതായത് നല്ല വീൽ കപ്പും കാര്യങ്ങളും. ഇത് ഏതാ വണ്ടി എന്ന് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ സോളാർ സിസ്റ്റം ഒക്കെ ഉണ്ട് ഇതിൽ. സോളാർ കണ്ട് കത്തിച്ചാൽ പി ഓണൊക്കെ അടിച്ച് തോന്നുന്നുണ്ട്. ഏതായാലും ഇതിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോട്ടെ. എനിക്ക് വലിയ കാര്യമൊന്നും അറിയില്ല, പക്ഷേ ഒരു കാര്യം അറിയാം, ഇത് പഴയ കാലത്തെ വണ്ടിയാണെന്ന് അറിയാം. പിന്നെ ഇതോ ഏതെങ്കിലും സൗദിൻ്റെ അടുത്തായിരിക്കും ഈ വണ്ടി ഉണ്ടാവുക. ഏതായാലും ഈ വണ്ടിയൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൗതുകമാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഈ വണ്ടി അൻവീഡി ആൾട്രേഷൻ ചെയ്തില്ലെങ്കിലും പൊക്കും, അതാണ് അവസ്ഥ. ഏതായാലും സംഭവം വെറൈറ്റി വണ്ടിയായിട്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണും, ഇങ്ങനെ നോക്കി നിൽക്കും. ഈ വണ്ടിയൊക്കെ നമ്മളെ നാട്ടിൽ കണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളെ റേഞ്ച് എന്താ, ഐഡിയും വോഡോഫോണൊക്കെ മാറിക്കും, അമ്മാതിരി റേഞ്ച് കിട്ടും. ഏതായാലും സോളാറൊക്കെ എന്താ ഈ സോളാറോണ്ട് എന്താ ഒരു ഉദ്ദേശിക്കണമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ. ഏതായാലും ഇതിൻ്റെ ബൾബൊന്നും നമുക്ക് പൊന്തിച്ചിന് കണ്ടിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഓണർ എപ്പോഴും കാണുകയാണെങ്കിൽ ഇതിൻ്റെ റിവ്യൂ നമുക്ക് ചെയ്യാം കേട്ടോ. ഇൻഷാ അല്ലാ എന്നേ പറയുള്ളൂ, ഉറപ്പൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് LED ഉണ്ടെങ്കിൽ ഏതായാലും വെറൈറ്റി ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ ജനാലിനുള്ളിൽ കൂടെ കാണാൻ മാതിരി കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ബൾബ് ഇങ്ങോട്ട് പൊന്തിട്ടില്ല, പൊന്തോ നമുക്ക് നോക്കാം. ഇതാണ് തുറന്നു കഴിഞ്ഞാൽ 2 സീറ്റ് ഇവിടെ ഉണ്ട്, 2 സീറ്റ് അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന് കുറേ സ്പേസ് ഉണ്ട്, 4 ആൾ ഇതിനുള്ളിൽ കൊള്ളുന്നൊക്കെ